ഹിന്ദി ഗായകനായ സുബിൻ ഗാർഗ് മരിച്ച വാർത്ത നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇയാളുടെ മരണത്തിന് പിന്നിൽ ചില നിഗൂഢതകളുണ്ട്. അതായത് ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. അങ്ങനെ ഉണ്ടോ സംഭവം? ഇത് കൊലപാതകമാണ് എന്ന് മൊഴി ഈ സംഗീത സംഘത്തിലെ തന്നെ ഒരംഗത്തിൻ്റെ മൊഴി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരെ, അതായത് സുബിൻ ഗാർഗിൻ്റെ മാനേജറാണ് പ്രധാനമായിട്ടും ഇത് ആസൂത്രണം ചെയ്തത്. അതായത് ഒരു യാറ്റിൽ യാത്ര ചെയ്യാണ്. സിംഗപ്പൂർ പോയി അവിടുത്തെ സംഗീത പരിപാടിയുടെ തലേന്ന് മറ്റേ കടലിൽ യാറ്റിൽ പോകുന്നു. ഇയാൾക്ക് വിഷം കൊടുത്ത് മാനേജർ കൊല്ലുന്നു. ഇതാണ് ചുരുക്കത്തിൽ കഥ. വിഷം കൊടുത്ത് മഹാഗായകനാണ്. കാരണം അസമിൽ ഇദ്ദേഹത്തിൻ്റെ ജഡം കൊണ്ടുവന്നപ്പോൾ തന്നെ എത്ര ജനലക്ഷങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. കാരണം മുമ്പ് അസമിൽ വലിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഭൂപേൻ ഹസാരിക എന്ന് പറഞ്ഞിട്ടൊരു ഗായകനും കമ്പോസറും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ സംഗീതജ്ഞനാണ്, വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭൂപേൻ ഹസാരികയ്ക്ക് ശേഷം ആസാമിനെ ത്രസിപ്പിച്ച ഒരു ഗായകനാണ് ഇദ്ദേഹം. യാ അലി എന്ന് പറഞ്ഞ പാട്ട് ഹിന്ദിയിലുമൊക്കെ ഉള്ളത് വലിയ ഹിറ്റാണ്. പിന്നെ ഉയിരെ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ പാടിയിട്ടുണ്ട്. ദിൽ സെ എന്ന് പറഞ്ഞ മണിരത്നം സിനിമ. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കുമ്പോൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട് എന്ന് കണ്ട് ഞാൻ നോക്കുമ്പോഴാണ് അത് ഉയിരെ എന്ന് പറഞ്ഞ് കാണുന്നത്. അത് തമിഴ് സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സംഗീത സംഘത്തിൽ സുബിൻ ഗാർഗിൻ്റെ സംഗീത സംഘത്തിലുള്ള ശേഖർ ജ്യോതി ഗോസ്വാമി, അദ്ദേഹത്തിൻ്റെ മൊഴിയിലാണ് ഈ കൊലപാതകമാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ളത്. അപ്പോൾ ശേഖർ ജ്യോതി ഗോസ്വാമി പറയുന്നത് മാനേജർ ശർമ്മ, സിദ്ധാർത്ഥ് ശർമ്മ മാനേജർ, അയാളാണ് മുഖ്യപ്രതി, അറസ്റ്റിലാണിപ്പോൾ. ഈ സിദ്ധാർത്ഥ് ശർമ്മ വളരെ സംശയാസ്പദമായിട്ടാണ് ആ ദിവസം അവിടെ പെരുമാറിയിരുന്നത് എന്ന് മൊഴിയിലുണ്ട്. ബാക്കി വിശദാംശങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും അവിടെ ഒരു സംഗീതമേള, വേറൊരു മേളയുടെ ഭാഗമായിട്ടാണ് പാടാൻ പോയത്. ആ മേളയുടെ സംഘാടകനും ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. അപ്പോൾ സംഘാടകനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേര് അറസ്റ്റിലായി. സെപ്റ്റംബർ 19 ഇദ്ദേഹം ഗാർഗ് കൊല്ലപ്പെടുന്നത്. നീന്തുമ്പോൾ ആണ് മുങ്ങിപ്പോകുന്നത്. അപ്പോൾ നീന്തി മുങ്ങുമ്പോൾ അയാളെ അങ്ങ് വിട്ടേക്ക് എന്ന് സിദ്ധാർത്ഥ ശർമ്മ പറഞ്ഞു എന്നാണ് മൊഴി. രക്ഷിക്കണം എന്നല്ല, ഗോ വിട്ടേക്ക് എന്ന് പറഞ്ഞതായിട്ടാണ്. ഈ ഭാര്യ ഗരിമ, സുബിൻ ഗാർഗിൻ്റെ ഭാര്യ ഗരിമയും പറഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ അദ്ദേഹത്തിന് ആ ദിവസം ക്ഷീണമുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ട്, വെള്ളം, തീ, ഇതിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ. അപ്പോൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെ പാടില്ല, യാറ്റിൽ കൊണ്ടുപോകാൻ പാടില്ല, നീന്താൻ പാടില്ല, വെള്ളം, തീ, ഇതിൽ രണ്ടിൽ നിന്നും അകന്ന് നിൽക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒരു യാനപാത്രത്തിൽ യാറ്റിൽ കൊണ്ടുപോയി. ലൈഫ് ജാക്കറ്റ് ഇല്ലായിരുന്നു, ലൈഫ് ജാക്കറ്റ് ഇല്ലാതെയാണ്. അപ്പോൾ കൂടെ കൊണ്ടുപോയ ആളുകൾ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഭാര്യ ഗരിമയുടെയും മൊഴിയുണ്ട്. അപ്പോൾ ഈ ഗോസ്വാമി ഉൾപ്പെടെ 4 പേരാണ്, ഈ മാനേജർ ഗോസ്വാമി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് വെച്ച് കൊന്നു എന്നുള്ള കൊലപാതക ചാർജും കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മാനേജർ സിദ്ധാർത്ഥ് ശർമ്മ, സംഘാടകൻ ശ്യാംകനു മഹന്ത, സംഗീതജ്ഞൻ അമൃത് പ്രഭ മഹന്ത, ഇത്രയും പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ ഹിന്ദി അസമീസ് പാട്ടുകൾ നിരന്തരം പാടിക്കൊണ്ടിരുന്ന ആളാണ്, സിനിമയിലുമൊക്കെ വളരെ പ്രശസ്തനായ സംഗീതജ്ഞൻ. അപ്പോൾ ഈ സിംഗപ്പൂർ തന്നെ ഒരു ദ്വീപാണ്, അതിൻ്റെ അടുത്ത് വേറൊരു ദ്വീപിനടുത്താണ് ഈ നീന്തിയത്. കാറ്റിൽ പോയിട്ട് അതിൽ നിന്ന് പുറത്ത് കിടന്ന് നീന്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയത് ഈ ഗോസ്വാമി, മാനേജർ ഗോസ്വാമിയും സംഘാടകൻ മഹന്തയുമാണ് ഈ യാറ്റിൽ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ
നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ, സിംഗപ്പൂരിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പാടാനാണ് ഇദ്ദേഹം പോയത്. ആ ഫെസ്റ്റിവൽ നടത്തുന്നത് ഈ മഹന്തയുടെ കമ്പനി, സംഘാടകനുണ്ടല്ലോ മഹന്ത, ആളുടെ കമ്പനിയാണ് ആ ഫെസ്റ്റിവൽ നടത്തുന്നത്. എന്നിട്ട് ഈ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് രൂപം കൊടുത്തിരുന്നു. കാരണം ജനങ്ങളും പറഞ്ഞു ഇത് കൊലപാതകമാണെന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെന്ന് ജനങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ SITയുടെ റിപ്പോർട്ട്, ഇപ്പോഴത്തെ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗോസ്വാമി മാനേജർ, അയാളാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോസ്വാമി, സുബീനൊപ്പം താമസിച്ച ശർമ്മ മാനേജർ, ഇവരൊക്കെയാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുബിൻ ഗാർഗിനൊപ്പം പാൻ പസഫിക് ഹോട്ടൽ സിംഗപ്പൂര്, അവിടെ മാനേജർ ശർമ്മ ഉണ്ടായിരുന്നു. മരണത്തിന് മുമ്പ്, സുബിൻ ഗാർഗിൻ്റെ മരണത്തിന് മുമ്പ് മാനേജർ ശർമ്മ ദുരൂഹമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ശർമ്മ ബലം പ്രയോഗിച്ചാണ് യാറ്റിലേക്ക് കൊണ്ടുപോയത് എന്നാണ് മൊഴിയിലുള്ളത്. അതായത് മാത്രമല്ല, യാറ്റുണ്ടല്ലോ അതിൻ്റെ സഞ്ചാരം ഒക്കെ നിയന്ത്രിക്കുന്ന സെയിലറുണ്ട്. ഈ സെയിലറുടെ കയ്യിൽ നിന്ന് യാറ്റിൻ്റെ നിയന്ത്രണം മാനേജർ ശർമ്മ പിടിച്ചു വാങ്ങി എന്ന്. എന്നിട്ട് അയാളുടെ സൗകര്യത്തിനാണ് അയാൾ യാറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ശർമ്മ സിംഗപ്പൂരിലെ അസം അസോസിയേഷൻ അംഗം തിന്മയ് ഫുക്കാനെ വിളിച്ചിരുന്നു. മാനേജർ ശർമ്മ തന്മയ് ഫുക്കാൻ എന്ന് പറഞ്ഞ അസംകാരനെ വിളിച്ചിരുന്നു. ഈ അസംകാരൻ സിംഗപ്പൂരിലെ അസം അസോസിയേഷൻ അംഗമാണ്. എന്നിട്ട് ഈ ഫുക്കാനോട് ശർമ്മ പറഞ്ഞു, നിങ്ങൾ മദ്യമൊന്നും അറേഞ്ച് ചെയ്യണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇയാൾക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണത്. അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. ഈ നീന്തുമ്പോൾ, സുബിൻ ഗാർഗ് നീന്തുമ്പോൾ ശ്വാസത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് ആണ് ശർമ്മ ഒച്ച വെച്ചത്, ജബോധേ ജബോധേ എന്ന് പറഞ്ഞു, അയാൾ പൊക്കോട്ടെ എന്ന് ഒച്ചത്തിൽ പറഞ്ഞു എന്നാണ് ഈ മറ്റേ അംഗത്തിൻ്റെ മൊഴി. അതായത് ശേഖർ ജ്യോതി ഗോസ്വാമിയുടെ മൊഴി, ഈ സംഗീത സംഘത്തിലുണ്ടായിരുന്ന ഗോസ്വാമിയുടെ മൊഴി. സുബിൻ്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ നുരയും പതയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സംശയിക്കേണ്ടതാണല്ലോ, ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇയാൾ ശർമ്മ മാനേജർ പറഞ്ഞു, ആസിഡ് റീഫ്ലക്സ് ആയിരിക്കും അത് എന്ന് പറഞ്ഞു. ആസിഡ് റീഫ്ലക്സ് ആയിരിക്കും അത്, നമ്മൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അത് ഈ അന്നനാളത്തിലെ മസിലിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ആസിഡ് റീഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വയറിൽ നിന്ന് ആസിഡ്, അമ്ലം ഈസോഫാഗസിലേക്ക്, അന്നനാളത്തിലെ വയറിന് മുമ്പുള്ള ഭാഗത്തേക്ക് ആസിഡ് വന്ന് നിറയും. അതാണ് മസിലിൻ്റെ ചുരുങ്ങൽ കാരണം. അതാണ് ആ പ്രശ്നം. അത് ഇയാൾക്ക് സാധാരണ ആസിഡ് പ്രശ്നം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കി കളഞ്ഞു. നന്നായി നീന്തലറിയുന്ന ആളാണ് സുബിൻ ഗാർഗ്. നീന്തി മരിക്കേണ്ട, വെള്ളം കുടിച്ച് മരിക്കേണ്ട ആളല്ല. അപ്പോൾ ഗോസ്വാമിയെയും ശർമ്മയെയും, മാനേജർ ശർമ്മയെയും നീന്തൽ പഠിപ്പിച്ചത് തന്നെ സുബിൻ ഗാർഗാണ്. നീന്തൽ വിദഗ്ധനാണ്. പണ്ട് കുമാരനാശാനെ പറ്റിയും പറയില്ലേ, ഗംഭീരമായിട്ട് നീന്തുന്ന ആളായിരുന്നു. പക്ഷേ ബോട്ടപകടത്തിൽ മുങ്ങിപ്പോയത്. അങ്ങനെ നീന്തി രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ദുരൂഹ മരണം എന്ന് പറയുന്നത്. അപ്പോൾ യാറ്റിൻ്റെ ചിത്രം ഒരാളും പങ്കിടരുത് എന്ന് മാനേജർ ശർമ്മ നിർബന്ധിച്ചിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു, എൻ്റെ ചിത്രമൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും പങ്കുവെക്കേണ്ടതില്ല. അതും അപ്പോൾ പിന്നീട് ദുരൂഹത കൂട്ടുന്ന ഒരു വസ്തുതയാണ്. മറ്റു മൊഴികളും ഈ ശേഖർ ജ്യോതി ഗോസ്വാമിയുടെ മൊഴികൾ കൊറോബറേറ്റ് ചെയ്യുന്നതാണ്, സ്ഥിരീകരിക്കുന്ന മൊഴികളാണ് SITക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശർമ്മയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു മാനേജർ, ഇതെന്താ അങ്ങനെയെന്ന്. അയാൾക്ക് വേണ്ട രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം
ഈ ധനകാര്യ, അതായത് സാമ്പത്തിക രേഖകൾ അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടെ. അപ്പോൾ എന്തോ ഒരു ഫിനാൻഷ്യൽ മോട്ടീവ്, സാമ്പത്തികമായ എന്തോ മോട്ടീവാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് സംശയിക്കേണ്ടത്. അത് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അസാമിൻ്റെ ശബ്ദം നിലച്ചു എന്നാണ് ഇയാളുടെ മരണസമയത്ത് ഈ മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ശബ്ദം നിലയ്ക്കണമെങ്കിൽ, അല്ലെ നിർബന്ധിതമായിട്ട് നിലയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നിൽ ലക്ഷ്യമുണ്ട്. അത് സ്വാഭാവികമായും സാമ്പത്തിക താല്പര്യങ്ങളാവില്ലേ? സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം മോട്ടീവ് ഇയാൾ അന്വേഷണത്തോട് വേണ്ടത്ര സഹകരിച്ചിട്ടില്ല, മാനേജർ ശർമ്മ. അപ്പോൾ അയാളെ ഇദ്ദേഹത്തിന് ഗോസ്വാമിയുടെ കൂടെയൊക്കെ ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴും അയാൾക്ക് ഉത്തരവൊന്നുമില്ല പലതിനും. പിന്നെ ബാക്കിയുള്ളവരുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയൊക്കെ ഈ ഗോസ്വാമിയുടെ മൊഴി ശരിവെക്കുന്ന വിധത്തിൽ ഇയാൾ വിഷം കൊടുത്തതാണ് എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു നിർഭാഗ്യവശമുള്ളത്, സിംഗപ്പൂരിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് വെച്ച് തന്നെ തട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ സിംഗപ്പൂരിൽ വെച്ച് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂരിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ അകത്ത് ഡ്രൗണിങ് എന്നാണ് ബയോപ്സി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അത് ശരിയായിരിക്കും. മുങ്ങി മരണമെന്ന് പറയാം. കാരണം വെള്ളത്തിലേക്ക് ഇട്ടതാണല്ലോ, ആറ്റി കൊണ്ടുപോയതാണ്. നീന്താൻ അപ്പോൾ നീന്തരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളത്തിൽ നിന്ന് മാറിയേക്കണം, നീന്താനുമൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, ഒരു യാറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിഷം പല തരത്തിൽ ഉണ്ടല്ലോ. റഷ്യക്കാർ അല്ലെങ്കിൽ മൊസാദ് ഉപയോഗിക്കുന്ന വിഷമൊക്കെ പോസ്റ്റ്മോർട്ടത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. റഷ്യയിലുമൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഒരാളെ അടുത്ത കാലത്ത് കൊന്നിരുന്നില്ല, അപ്പോഴും വിഷമൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഇതൊക്കെ അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് സാഹചര്യ തെളിവുകളായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. ഈ സുബിൻ ഗാർഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനപ്രിയ ഒരു കലാകാരൻ കൂടി, അവിടുത്തെ ഏറ്റവും വലിയ ഗായകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനരോഷം ഉയരില്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ നുസ്രത്ത് ഫത്തേ അലി ഖാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭുപേൻ ഹസാരിക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ലെജൻഡാണ്, ഇതിഹാസം എന്ന് പറയുന്ന ഒരാളായിരുന്നു സുബിൻ ഗാർഗ്. അതാ ജഡം അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വന്ന് കൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ട്. മാത്രമല്ല ഇനി സ്മാരകം പണിയാൻ പോകുന്നുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ പലരിലേക്കും ഈ കൊലപാതകം സംബന്ധിച്ച സംശയങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഉയരുന്നുണ്ടായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാതിരുന്നത്. ഇപ്പം പിന്നെ ഇത് വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്ത സ്ഥിതിക്ക്, കോടതിയിലും റിപ്പോർട്ട് കൊടുത്ത് 4 പേരെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്തതാണല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.